മാളികപ്പുറം സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ഈ കാടിനുള്ളിലാണ്. ശബരിമല എന്ന് പറഞ്ഞ് കാണിക്കുന്ന കാട്ടിലെ ഫൈറ്റൊക്കെ കാണിക്കുന്നില്ല നമ്മുടെ ഈ കോന്നി കാടിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളീ കാണുന്നത്. ഹലോ കൂട്ടുകാരെ, ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോന്നിയിൽ നിന്നും അച്ചൻകോവിലോട്ട് പോകുന്ന ആ റൂട്ടിന് ഇടയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചൻകോവിൽ പോകുന്നില്ല, അച്ചൻകോവിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഒരു അപ്പപ്പൻ കാവൊക്കെ ഉണ്ട്. അപ്പോൾ അതും അങ്ങനെയുള്ളത്, പിന്നെ നമ്മുടെ ഇത് കണ്ടല്ലോ മനോഹരമായിട്ടുള്ള കൈത കൃഷിയും ഇങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണുക. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എലിയർക്കൽ ജംഗ്ഷനിൽ നിന്ന് ഇപ്പോൾ അച്ചൻകോവിൽ റൂട്ടാണ് പോകുന്നത്. അച്ചൻകോവിൽ റൂട്ടാണ് പോകുന്നത്. നമ്മുടെ കൂടെ മീനൂട്ടി ഇവിടെ ഇരിപ്പുണ്ട്. മീനൂട്ടി ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. നമ്മുടെ ചേട്ടനാണെന്ന് വണ്ടി ഏൽപ്പിച്ചേക്കുന്നത്. ചേച്ചി അവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ ഈ കാണുന്നത് അമൃത LP സ്കൂളാണ്. LP സ്കൂളല്ല, ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ നമ്മൾ നേരെ അച്ചൻകോവിൽ റൂട്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇന്ന് കല്ലേലി, ഊരാളി, അപ്പൂപ്പൻ കാവൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഗൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ശ്രീനി ബ്രോ വ്യൂ ഫൈൻഡർ യൂട്യൂബ് ചാനൽ യൂട്യൂബറാണ്. അപ്പോൾ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അരുവാപ്പുലം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെ പറയാം. ആദ്യം നമ്മൾ പോകുന്നത് റിസർവ് ഫോറസ്റ്റിൽ കൂടാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റാണ് കോന്നി റിസർവ് ഫോറസ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഈ ഫോറസ്റ്റിനുള്ളിലാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഈ അമ്പലം തുറന്നിട്ടിരിക്കുന്ന ഒരു അമ്പലമാണ്, ഒരു കാവാണ്. ഇടുക്കി ഡാമിന് വേണ്ടിയിട്ട് പൂജ നടത്തുന്ന കേരളത്തിലെ ഏക ഒരു വ്യത്യസ്തമായ ഒരു അമ്പലം എന്നൊരു പ്രത്യേകത കൂടി കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിനുണ്ട്. ഇടുക്കി ഡാമിൻ്റെ 2 മലകളായ മറ്റേ കുറത്തി മലകൾക്ക് വേണ്ടി പൂജ നടത്തുന്ന ക്ഷേത്രം കൂടിയാണ് ഈ ഒരു കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ്. അപ്പോൾ നമ്മളിപ്പോൾ അരുവാപ്പുലം ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം വരെ മാത്രമേ നമുക്ക് സാധാരണഗതിയിൽ പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് അച്ചൻകോവിൽ റൂട്ട് പോകാൻ സാധിക്കും. അതായത് കോന്നി, അച്ചൻകോവിൽ, തെങ്കാശി, തെന്മല ആ ഭാഗത്തേക്ക് അപ്പുറത്തൂടെ പോകുന്നതിന്, പുനലൂരിൽ നിന്ന് പോകുന്നതിന് പകരം കോന്നിയിൽ കൂടെയും പോകാൻ സാധിക്കും. പക്ഷേ അതിന് നമുക്കവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിലെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ആ റോഡ് വളരെ മോശമാണ്. വലിയ SUV-കളൊക്കെ പോലുള്ള വണ്ടികൾ മാത്രമേ നമുക്ക് പോകുന്നതായിരിക്കും നല്ലത്. കഴിവതും ബൈക്കിൽ ഒറ്റയ്ക്കൊന്നും അതുവഴി പോകാതിരിക്കുക. കാട്ടാന ശല്യം, അങ്ങനെ വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യമുള്ള ഒരു ഏരിയ കൂടിയാണ്. അതുകൊണ്ട് ഫോറസ്റ്റുകാർ നമ്മൾ ഒറ്റയ്ക്ക് വിടാനും സമ്മതിക്കില്ല. നമ്മളിപ്പം എത്തിയിരിക്കുന്നത് തേക്കുതോടം ഭാഗത്താണ്. അപ്പോൾ തേക്ക് മരങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇതെല്ലാം വനം വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. ഈ തേക്കുകളെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമുക്ക് ഇവിടെ വന്ന് മേടിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും ഇവരുടെ സർക്കാരിൻ്റെ സൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ഇവർക്ക് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് ഈ സംഭവം ലേലം ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഈ തേക്കുകളൊക്കെ നമ്മുടെ കൂട്ട് സാധനപ്പെട്ട ആൾക്കാർക്ക് മേടിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീട് പണിക്കൊക്കെ വേണ്ടിയിട്ട് തേക്കുകളൊക്കെ വളർത്തുന്ന ഒരു സ്ഥലമാണിത്. ഇത് തേക്ക് തോട്ടം എന്നാണ് അറിയപ്പെടുന്നത് അരുവാപ്പുരം. ഒരുപാട് ആൾക്കാർ റീൽസൊക്കെ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് കാണുമ്പോൾ മനസ്സിലാവും, നല്ല വ്യൂ ആണ്. നമ്മുടെ നിലമ്പൂരൊക്കെ പോയിട്ട് കാണുന്ന അതേ വ്യൂ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം. ഇപ്പം നമ്മളിവിടെ നിന്ന് റോഡിൽ ഇങ്ങനെ കൂപ്പിൽ നിന്ന് ലോറിയിലേക്ക് ഈ ഒരു തടി കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത് കേട്ടോ. റൈറ്റ് പോകുന്നത് വകയാറും നമുക്ക് ലെഫ്റ്റ് കൊക്കാത്തോട് അപ്പോൾ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ഊട്ടുപാറ അല്ലെങ്കിൽ നമ്മുടെ കല്ലേലി ഭാഗത്തേക്ക് പോവുകയാണേ. അപ്പോൾ ഈ റൂട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. കുറച്ച് നേരം നമുക്ക് തിരക്കിൽ നിന്നൊക്കെ മാറി അത്യാവശ്യം ഒരു റിലാക്സ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു റൂട്ട് തന്നെയാണിത്. പിന്നെ പ്രത്യേകിച്ച് മദ്യപിച്ചിട്ട് ഇല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും കൊണ്ടും ഇതിലെ പോലെ, കാരണം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റിൻ്റെ ചെക്കിംഗ് ഉണ്ടാകും. വണ്ടിയുടെ നമ്പറൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മദ്യപിച്ചിട്ട് അങ്ങനെ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിച്ച് വനത്തിലേക്ക് കയറാൻ ശ്രമിക്കില്ല. അതിലെ വന്യമൃഗങ്ങളെ ഉപദ്രവിക്കാനൊന്നും ശ്രമിക്കില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക. അവിടെ വേച്ചേട്ടൻ തകർത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനെ ഞാൻ ഗൈഡ് എന്തായാലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പം പിന്നെ നമ്മളത് കേട്ട് മനസ്സിലാക്കണമെന്നുള്ളതാണ്. നമ്മുടെ മീനൂട്ടിയുടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ ഇരിക്കുകയാണ്. മീനൂട്ടിക്ക് എന്തെങ്കിലും കോന്നിയിൽ നമ്മളൊരു 10 സെന്റ് സ്ഥലം മേടിച്ചിട്ട് വീട് വെക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. നേരത്തെ പറഞ്ഞു മീനൂട്ടിനെ ഇനിയിപ്പം കല്യാണ സമയമാകുമ്പോൾ ഞാൻ ഇവിടെ വീട് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും തോന്നുന്നു. വനമാണ് നമ്മുടെ വനത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. വനത്തിൽ എന്തൊരു വീട്.
അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ചെറിയ നാടൻ കടകളൊക്കെ സാധിക്കും. വലിയ എന്താണ് പറയുന്നത്, വലിയ സൂപ്പർ മാർക്കറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. കുഞ്ഞു കുഞ്ഞു കടകൾ, സാധാരണക്കാരൻ്റെ കടകളാണ്. സൂപ്പർ മാർക്കറ്റ്. ഇതിന് റോഡൊന്നും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്, നല്ല റോഡ് തന്നെയാണ്. നിങ്ങൾക്കപ്പം ഏത് വണ്ടിയിൽ വേണമെങ്കിലും ഇവിടെ എത്താം. ഇവിടെയൊക്കെ നല്ല സൂപ്പർ റോഡല്ലേ, നല്ല വൃത്തിയുള്ള റോഡുകൾ, റോഡൊന്നും വേറെ പൊട്ടിപ്പൊളഞ്ഞൊന്നും കിടപ്പില്ല. എല്ലാ റോഡുകളും നല്ല റോഡുകളാണ്. അപ്പോൾ നമുക്ക് ഏത് വണ്ടി കൊണ്ട് വന്നാലും നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ കല്ലേലി ഉരാളി അപ്പുപങ്കാവ് ഇല്ലെങ്കിൽ നമ്മുടെ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ, പ്രത്യേകിച്ച് സൈക്കിൾ സ്റ്റേഷന്റെ ഏരിയയിൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഡുകൾ കാണിക്കുന്നുണ്ടായിരിക്കും. പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ ഒരുപാട് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ വാങ്ങി. അവിടെ പോകുന്നത് ഏകദേശമുള്ള എല്ലാം പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളായിരിക്കും. പിന്നെ ഇത് മെയിൻ റോഡ് വരുമ്പോൾ മാത്രമാണ് നല്ല റോഡൊക്കെ ഓടുന്നത്. താമസിക്കണേ പൊളിഞ്ഞ റോഡിൽ തന്നെ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് വന്ന് കല്ലേരിയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകണം. വനത്തിൽ കൂടെയാണ് മക്കളെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വ്യൂ ഫൈൻഡർ യൂട്യൂബർ വീഡിയോ റോഡിന്റെ വീഡിയോ നമ്മൾക്ക് എടുത്ത് നല്ല ക്ലിയർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അടിപൊളി റോഡാണെന്നുള്ളത് കാണിക്കാനായിട്ട് നിങ്ങൾക്ക്. ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള റോഡ് സൂപ്പർ റോഡാണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. കുടികളൊക്കെ ഒഴിവാക്കി അങ്ങോട്ടൊന്ന് എടുക്കണം. ഈ കാണുന്ന KSRTC കൊക്കാത്തോടേക്ക് പോകുന്നതാണ് കേട്ടോ. കൊക്കാത്തോടെന്ന് പറയുന്നത് ഈ റോഡിന്റെ, അതായത് നമ്മൾ പറഞ്ഞ റോഡ് രണ്ടായിട്ട് തിരിയെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് നമ്മുടെ അച്ചൻകോവിൽ റൂട്ടാണ്, നേരെ പോകുന്നത് കൊക്കാത്തോട് ഭാഗത്തേക്കാണ്. അപ്പോൾ കൊക്കാത്തോട് ഇവിടെ ടർഫ് നമുക്ക് കാണാൻ സാധിക്കും. വൈകിട്ടൊക്കെ കുട്ടികളൊക്കെ ഇവിടെ വന്ന് ഗെയിമൊക്കെ കളിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ കളിച്ചാൽ പൊള്ളും. അപ്പോൾ ഈ വണ്ടി പോകുന്നത് കൊക്കാത്തോടേക്കാണ്. കൊക്കാത്തോട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. കാര്യം അവിടെ നമ്മുടെ സഹീപർവ്വതമാണ്. വെസ്റ്റേൺ ഗട്ട്സ് പോകുന്നത്, വെസ്റ്റേൺ ഗട്ട്സ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ്. അപ്പോൾ നമ്മളീ പോകുന്ന റൂട്ട് അതിനപ്പുറം മല കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ്. പക്ഷേ നമുക്ക് ആ റൂട്ട് വഴി പോകാൻ സാധിക്കില്ല. നമുക്ക് പോകാൻ സാധിക്കുന്നത് അച്ചൻകോവിൽ റൂട്ട് വഴി മാത്രമാണ്. അപ്പോൾ നമ്മളിതേ കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മഴ സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ചെളിക്കുഴി വെള്ളച്ചാട്ടം എന്നാണ്, ഇല്ലെങ്കിൽ കല്ലേലി വെള്ളച്ചാട്ടം നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. പക്ഷെ ഇപ്പം നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, കാരണം നമുക്ക് പോയിട്ട് കാര്യമില്ല, വെള്ളമൊന്നും ഇല്ല അവിടെ. അപ്പോൾ വരുന്നതിൽ തീർച്ചയായിട്ടും ഈ റൂട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അത്യാവശ്യം നല്ല റിലാക്സൊക്കെ ആയിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് സ്കൂളുണ്ട് കേട്ടോ. ആ സ്കൂൾ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ മാളികപ്പുറം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കല്ലൊരു സ്കൂളിൽ നിന്ന് ആ കുട്ടി ഒരു സ്കൂളിലേക്ക് കൊണ്ട് ഇറക്കി വിടുന്നതും പോകുന്നതും ഒക്കെ. മുന്നോട്ടോട്ടെ. അപ്പോൾ ആ സ്കൂൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റാണ് അങ്ങോട്ട് തിരിയേണ്ടത്. ഞാൻ മുമ്പേ പറഞ്ഞ വെള്ളച്ചാട്ടമില്ലേ, വെള്ളച്ചാട്ടവും ഇവിടെ നിന്ന് റൈറ്റാണ് തിരിയേണ്ടത്. തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. ഇതെല്ലാം ജസ്റ്റ് ആ സ്കൂളൊന്ന് നിങ്ങളെ കാണിക്കാമേ. ഈ കാണുന്നതാണ് ആ ഒരു സ്കൂള്. അപ്പോൾ അതിൻ്റെ അകത്ത് അപ്പോൾ ആ കല്ലുവിനെ കൊണ്ടുവന്ന് അച്ഛൻ വിട്ടിട്ട് പോകുന്ന സീനുകളും ബാക്കിയുള്ളതൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു സ്കൂളിലാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ആ സ്കൂളിൻ്റെ ഒരു 2-3 ഷോട്ട് കാണിക്കാം. ബ്രോ ഇതാണ് നമ്മുടെ ശ്രീനി ബ്രോ പറഞ്ഞ സ്കൂൾ കേട്ടോ. വേറെ വ്യൂ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതിപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ മുറ്റമൊക്കെ ഇങ്ങനെ കാട് കയറി കിടക്കുന്നതെന്ന് തോന്നുന്നു. നല്ല മഴയൊക്കെ ആണല്ലോ. അടിപൊളി സ്കൂൾ തന്നെയാണ്. സൂപ്പർ സ്കൂൾ. നമ്മൾ ആ സ്കൂൾ കണ്ടു. ഇനി റൈറ്റ് നേരെ കല്ലേലി അപ്പപ്പങ്കാവിൻ്റെ അങ്ങോട്ട് പോവാണേ. മിനിറ്റി ഇവിടെ എനർജി ആയിട്ടുണ്ട്. മിനിറ്റി ഫുൾ പവറിലാണിപ്പോൾ. സ്ഥലങ്ങൾ കാണുന്നതിൻ്റെ ആ പവറിലിരിക്കും. പോട്ടെ ശ്രീനിമാമ അടുത്ത സ്ഥലം പറയും. കുഞ്ഞിലാണ് പറയണത്. മീനടിക്ക് വനങ്ങള്, പാറ, അങ്ങനെയൊക്കെ ഉള്ളത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? പാർക്ക് നമ്മൾ പിന്നെ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഹാരിസണിൻ്റെ എസ്റ്റേറ്റ് ആണ് ഈ കാണുന്നത് റൈറ്റ് സൈഡിലെ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന അപ്പോൾ ഇവിടെ മാവനാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ ചോദിക്കും. കാരണം നമ്മൾ ഇവിടെയുള്ള വണ്ടികൾക്ക് കുഴപ്പമില്ല. ദൂരെ നിന്ന് വണ്ടികൾ വരുവാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചെന്ന് വരും. കൈ കാണിക്കാതെ ഒന്ന് നിർത്തിയേക്കണം. അപ്പൂപ്പങ്കാവിപ്പെന്ന് പറയും. അപ്പൂപ്പങ്കാവി പോവാം. അപ്പൂപ്പങ്കാവിൽ പോട്ടെ. ഇവിടെ ഇപ്പോൾ മീനൂട്ടി ഇവിടെ
കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നത് ഒക്കെ വലിയ ഒരുപാട് മരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കാട്ടാനകളൊക്കെ ഉണ്ട്, ആനകളുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ അച്ചൻകോവിലാറ് ഒഴുകുന്നുണ്ട്. നമുക്കിപ്പം വിഷ്വൽ കാണാൻ പറ്റില്ല, കാരണം മരങ്ങൾ നിൽക്കുന്നുണ്ട്. അച്ചൻകോവിലാറ് ഉത്ഭവിച്ചിട്ട് ഒഴുകി പോകുന്നത് ഇതുവഴിയാണ്. നമ്മുടെ ഭൂമി ഭാഗത്തേക്കും പിന്നെ പത്തനംതിട്ട ഭാഗത്തേക്കും ഒഴുകുന്നത് ഇതുവഴിയാണ്. അത് നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അച്ചൻകോവിലാറ് കാണാം. അവിടെ ഒരു പാലമുണ്ട്. പാലത്തിൽ നിന്നാൽ നല്ല വിഷ്വൽ കിട്ടും. അപ്പോൾ നമ്മളിത് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ചെറിയ വേറൊരു ശിവക്ഷേത്രമുണ്ട്. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. കുഞ്ഞൊരു ക്ഷേത്രമാണ്. അവിടെ പൂജകളൊക്കെ നടത്തുന്നതാണ്. ഇവിടെയൊക്കെ പണ്ട് കൂടുതലും ഈ ആരിസൻ്റെ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ പ്ലാന്റേഷനിലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു കൂടുതലും താമസിച്ചൊക്കെ ഇരുന്നത്. ഇപ്പോൾ ഇവിടെ താമസമൊന്നുമില്ലല്ലേ? ഇപ്പോൾ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. പ്ലാന്റേഷൻ ഉള്ളിലോട്ടൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ശിവൻ്റെ കുഞ്ഞമ്പലം ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ മരങ്ങൾക്ക് നടുവിൽ ഇങ്ങനെ ബഹളമോ കാര്യം ഒരു ശബ്ദമില്ല, ഒരു കാര്യം സൈലന്റ് ആയിട്ടുള്ളത്. ഒരുപാട് തീർത്ഥാടകർ ഒരുപാട് ഭക്തരെത്തുന്ന ഒരു ക്ഷേത്രമാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഈ കാണുന്നതാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ്. അപ്പോൾ ഈ കാവിൽ നിന്ന് കയറിയിട്ട് ഇറങ്ങി വരുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം കാവിലേക്ക് കയറുന്നത് ഈ കാണുന്നതാണ് അപ്പൂപ്പൻകാവിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ കാവിലേക്ക് കയറുന്നത് ഇത് അവിടെ മുമ്പിൽ കൂടെയാണ്. അപ്പോൾ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് കളിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ്. ഇതുണ്ടോ ഇവിടെ വണ്ടിയൊക്കെ ഇട്ടിട്ട് പോകുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം. കുരങ്ങന്മാരാണ്. ഫുള്ള് വണ്ടി ലോക്ക് ചെയ്ത് ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിട്ട് പോയില്ലെങ്കിൽ നല്ല പണി മേടിക്കും. കണ്ടോ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. മീനുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട മീനുട്ടിക്ക് സ്ഥലമൊക്കെ? അപ്പോഴ് ശ്രീനിയാമനൊരു താങ്ക് യു പറഞ്ഞത്. എന്തൊരു താങ്ക് യു? ഓക്കെ താങ്ക് യു. ഗൈഡായിട്ട് നിൽക്കുന്ന ഇവിടെ ശ്രീനിയാമനൊരു താങ്ക് യു. ആന ക്രോസ് ചെയ്യുന്നൊക്കെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ആന ഇതിലെ ക്രോസ് ചെയ്ത് പോകുന്നതാണ്, അതുകൊണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂന്നിയിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആനക്കൂട് കാണാനുണ്ട്. പിന്നെ കുട്ടവഞ്ചി സവാരിയുണ്ട്. വരുന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തിങ്കളാഴ്ച വരില്ല. തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അത് കൂന്നിയിൽ നിന്നല്ല, കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തിങ്കളാഴ്ച ദിവസം അവധി ദിവസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച നിങ്ങൾ ഈ കാഴ്ചകളൊന്നും കാണാൻ വരില്ല. തിങ്കളാഴ്ച എല്ലാ ദിവസങ്ങളും വരിക. വണ്ടി ഓടിക്കാൻ സൂപ്പർ സൂപ്പറാ. ഈ റോഡ് നിങ്ങൾ കണ്ടോ? ഒരു തിരക്കുമില്ല. നമ്മളതാ സൈലന്റ് ആയിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചോണ്ടാ മതി. വേറെ ഒരു ശല്യം. ഒരു വണ്ടിക്ക് വേനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അത് മതി. പക്ഷെ എന്നാലും ഒരു കുഴപ്പമില്ലല്ലോ, സൂപ്പർ അല്ലേ? അപ്പോൾ നമ്മൾ കുറേ ഏറെ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുൻപ് ഈ ഭാഗങ്ങൾ വല സൈഡിലൊക്കെ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഈ തൊഴിലാളികളുടെ ലയങ്ങളൊക്കെ ആയിട്ട് അവരൊക്കെ താമസിച്ചിരുന്നു. ഇപ്പോഴും കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ കൈത കൃഷി, ഒരുപാട് കൈതകളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ആ കൃഷിയൊന്നും ഇവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നില്ല. ഇനിയും അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, ഞാൻ മാളികപ്പുറത്തിൻ്റെ കാര്യം പറയുന്നത്, മാളികപ്പുറം സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ഈ കാടിനുള്ളിലാണ്. ശബരിമല എന്ന് പറഞ്ഞ് കാണിക്കുന്ന കാട്ടിലെ ഫൈറ്റൊക്കെ കാണിക്കുന്നില്ല നമ്മുടെ ഈ കൂന്നി കാടിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഒരു അവധി ദിവസമല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ തിരക്കൊന്നുമില്ലാത്തത്. ഞായറാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് വണ്ടിയും ആളുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിത് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മീനോട്ടി ഇങ്ങനെ എന്തെങ്കിലും കാണണമെന്നൊക്കെ നോക്കിയിരിക്കുകയാണ് മീനോട്ടി. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടായിരുന്നു. ചീവിട് ആരാണോ നോക്കുന്നത്. അതാണ് നമ്മളെ പറഞ്ഞ ആന എങ്ങനെ? ഇത് പൂച്ച. ഫോറസ്റ്റ് ഓഫീസ് ഇതാണല്ലേ? ഫോറസ്റ്റ് ഓഫീസ്. മാമിയാണ് ചേട്ടാ ഇറങ്ങുന്നത്. ഇവിടുത്തെ ഫോറസ്റ്റ് വനംവകുപ്പിൻ്റെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാണ് നടുവത്ത് മൊഴി. നമ്മൾ അതും കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോവാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മൾ അമ്പലത്തിനൊക്കെ മുമ്പ് കണ്ടല്ല, പിന്നീട് കടകളൊന്നും വിടില്ല. അപ്പോൾ വരുന്നവർ അത്യാവശ്യം നേരത്തെ വെള്ളമോ ഒക്കെ വേണമെങ്കിൽ കയ്യിലൊന്ന് കരുതിയിരുന്നാൽ നല്ലതായിരിക്കും. പ്ലാന്റേഷൻ, അത് വീട് പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കയറാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല.
പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു കട കാണിക്കാം. കുഞ്ഞൊരു കടയുണ്ട്. ഇത്രയും പോകുന്നതിനിടയ്ക്ക് ആ ഒരു കടയായിട്ടുള്ളത് ചെറിയ പഴമയുള്ളൊരു കടയാണ്. അപ്പോൾ കടയിൽ പോകുന്ന വഴിക്ക് ഞങ്ങളെ കാണിക്കാം. ഇവിടെ ഇങ്ങനെ വീണ്ടും ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ബോർഡുകൾ നിരവധി കാണുവാൻ സാധിക്കും. നമുക്ക് ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ആന ഓട്ടിച്ച് കഴിഞ്ഞാൽ ആ തായി പോയാൽ ഈ നമ്പറിലൊക്കെ വിളിച്ച് പറയണം. ആന സമയം തരുവാണെങ്കിൽ വിളിച്ചു പറയണം. അങ്ങോട്ടൊക്കെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഒന്ന് സ്ലോ ചെയ്യാം. സൂപ്പർ. ഇതാണ് നമ്മൾ പറഞ്ഞ കട. ഈ കാണുന്നതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള തേക്കുകളാണ്. തേക്കുകൾ ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റി ഇട്ടിരിക്കുകയാണ്. നമ്പർ കൊടുത്താണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വണ്ടി ഇവിടെ നിന്ന് ഒതുക്കാം. ഒതുക്കിയിട്ട് 2-3 കാഴ്ചകളോടെ കാണാം. സേഫ്റ്റിക്കായിട്ട് ഇവിടെ ഇലക്ട്രിസിറ്റി സോളാറിൻ്റെ ആണെന്ന് തോന്നുന്നു അല്ലേ? പന്നിയുടെയൊക്കെ ശല്യം ഉള്ളത് കൊണ്ട് അവർ സേഫ്റ്റിക്കായിട്ട് ഇത് വേലിയിൽ ഇത് ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നുണ്ട് കേട്ടോ. നമ്മൾ അതൊക്കെ സൂക്ഷിച്ചൊക്കെ കയറി പോവുക. പിന്നെ ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കൈത കൃഷി ചെയ്യുന്നത്. ഇവിടെ മൊത്തത്തിൽ ഇടയ്ക്കൊക്കെ റബ്ബറുണ്ട് കേട്ടോ. റബ്ബറിൻ്റെ ഇടയ്ക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ വളരെ ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ അടിപൊളി തന്നെയാണ്. എവിടെയോ ഒരു വിളിയൊക്കെ കേട്ട്. സൂപ്പർ തന്നെ, സൂപ്പർ. മീനൂട്ടി എന്തെല്ലാം അങ്ങോട്ട് നടന്നു പോവുകയാണ്. എങ്ങനെയുണ്ട് ഇവിടെ? നമുക്ക് ഇവിടെ ചേച്ചിയോട് അനങ്ങാതിരിക്കുക, ഒന്നും മിണ്ടാതിരിക്കുക. സാധാരണ വീഡിയോ എടുക്കുമ്പോഴെല്ലാം പറയുന്നത് ചേച്ചിയാണ്. ചേച്ചി ഇന്ന് അനങ്ങിയിട്ടില്ല. ഒന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ഒരു കാര്യം, നീ അറിഞ്ഞിട്ടാണോ ഓരോന്ന് പറയണത്? നിനക്ക് ഇവിടെ മനോഹരമാണ്, സുന്ദരമാണ് അല്ലേ? അങ്ങനെ അറിഞ്ഞോട്ടെ. പിന്നെ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീനി ബ്രോയാണ്, യൂട്യൂബറാണ്, ഇതൊക്കെ പറയാല്ലേ. കുരങ്ങന്മാരുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മൾ അച്ചൻകോവിലേക്ക് തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ ഇട സൈഡിൽ കണ്ടോ, നേരെ നോക്കി കഴിഞ്ഞാൽ കൊക്കത്തോട് ലെഫ്റ്റ്, അച്ചൻകോവിൽ നേരെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് നേരെ ഇപ്പോൾ പോകാൻ അനുവാദമില്ല. കാരണം ഫോറസ്റ്റിൻ്റെ ചെക്കിങ്ങും വണ്ടി നമ്പറൊക്കെ കൂടി ലെഫ്റ്റ് പോകണം. നമുക്ക് വണ്ടി നമ്പർ റോഡ് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഇങ്ങനെ കിടക്കുവാണ് റോഡ്, താർന്ന് കിടക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൊക്കാത്തോട് 2 വീലർ അമ്മ ഇവിടെ ഉള്ളവന്മാരായിരിക്കും. അപ്പം നമ്മളിത് കല്ലേലി പാലം കയറിയിരിക്കുകയാണ്. കൊക്കാത്തോട് പാലം എന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാണുന്നത് കാട്ടാത്തിപ്പാറയാണ്. അത് കൊക്കാത്തോട് ഉള്ളൊരു ഫേമസ് ആയൊരു പാറയാണ്. നമുക്ക് വണ്ടി വേണമെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് കുറച്ച് വീഡിയോ എടുക്കാം. ഇത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അങ്ങനെ. ഇത് പച്ചൻകോവിലാറ അവിടുന്ന് ഇങ്ങനെ ഒഴുകി വരും. പണ്ട് ഇവിടെ പാലം ഇല്ലായിരുന്നു. ഇത് കണ്ടല്ലേ, ആറ്റിലെ വെള്ളം കുറവാണ്. അപ്പോൾ ഇതിങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകണം. മൺതിട്ടയൊക്കെ തെളിഞ്ഞ് നമുക്ക് കാണാം. അതിലേക്ക് ഇറങ്ങി എനിക്ക് അവിടെ ഇറങ്ങാൻ തോന്നുന്നു, സെൻറ്ററിലൊക്കെ പോകാൻ തോന്നുന്നു. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ട് കൊക്കാത്തോട് പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. മീനുവിൻ്റെ അവിടെ കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. അളവ് കാണിക്കുന്നത് താഴെയുണ്ട്, അളവുണ്ട്. ഉരുള് പൊട്ടും മിക്കവാറും ഇവിടെയൊക്കെ. ഉള്ളിൽ വനത്തിൽ ഉൾപൊട്ടുമ്പോൾ ഇങ്ങോട്ട് വെള്ളം കയറും. പണ്ടുകൂടി പാലം ഇല്ലായിരുന്നു. അപ്പം ഈ വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്കായി പോകും. ബസ്സുകളൊക്കെ വലിയ വണ്ടികളെ പോകത്തുള്ളായിരുന്നു. പിന്നെ ഈ കൊക്കാത്തോട് എന്ന് പറഞ്ഞ സ്ഥലം പിന്നെ ഒറ്റപ്പെടുമായിരുന്നു. അങ്ങോട്ട് ഒറ്റപ്പെട്ടു പോകും. ഇവിടെ ഇല്ല, കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ട്. വേണേൽ ഇവിടെ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാൻ. ഇതിപ്പോൾ നമ്മുടെ അച്ചൻകോവിലെ ആറിൻ്റെ അവിടുത്തെ ക്രോസ് ചെയ്യുന്ന പാലത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാൻ. നമ്മൾ ഇതിന് തിരിച്ചു പോകണം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടനിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇനി ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോഴേ താങ്ക്സ്. ബൈ.